അഡ്വക്കേറ്റ് കെ എസ് അരുൺകുമാർ ഇന്നലെ കെ സുരേന്ദ്രൻ നടത്തിയ വാർത്താ സമ്മേളനം കണ്ടതാണ്. ഇന്നിപ്പോൾ ഈ സമ്മേളനത്തിലേക്ക് പോകുന്ന ഈ യോഗത്തിലേക്ക് പോകുന്ന ഘട്ടത്തിൽ അദ്ദേഹം പറഞ്ഞിരുന്നത് ചവറു വാർത്തകൾ നൽകുന്നു എന്നാണ്. ഇന്നലെ വി മുരളീധരനുമായി ബന്ധപ്പെട്ട് പിറവം ഉപതെരഞ്ഞെടുപ്പിൽ 2000 വോട്ട് മാത്രം കിട്ടിയപ്പോൾ വി മുരളീധരന്റെ രാജി ആരും ആവശ്യപ്പെട്ടിരുന്നില്ല എന്ന കാര്യം ബോധപൂർവം പറയുന്നു. അതിന് മുന്നത്തെ പ്രതികരണമായി വി മുരളീധരൻ പരാജയ കാരണം കെ സുരേന്ദ്രനോട് ചോദിക്കണമെന്ന് പറയുന്നു. നഗരസഭാ അധ്യക്ഷയുടെ പ്രതികരണം വരുന്നു, ഞങ്ങൾക്ക് പങ്കില്ല എന്ന് പറയുന്നു. അപ്പോൾ ഒരു പൊട്ടിത്തെറിയിലേക്ക് പോകുന്നു. കെ സുരേന്ദ്രന് സ്ഥാനചലനം ഉണ്ടാകാൻ പോകുന്നു എന്നുള്ളതാണോ CPM-ന്റെ വിലയിരുത്തൽ? ഇല്ല, ഏതായാലും തങ്ങൾക്ക് നഷ്ടപ്പെട്ട 11,000 വോട്ടിന് BJP മറുപടി പറയേണ്ടി വരുമല്ലോ. സാക്ഷാൽ മെട്രോമാന് കിട്ടിയ സ്പെഷ്യൽ വോട്ടാണ്, അത് ഞങ്ങളുടെ വോട്ടല്ല എന്നതാണ് ഇപ്പോൾ അവർ പറയുന്ന ഒരു ഡിഫൻസ്. കഴിഞ്ഞ 4 കൊല്ലമായി BJPക്ക് ഉണ്ടായിട്ടുള്ള വളർച്ച, പ്രത്യേകിച്ച് മുനിസിപ്പൽ ഭരണം അവരുടെ കയ്യിലിരിക്കുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കിട്ടിയ വോട്ട് ഇവയെല്ലാം വച്ചു നോക്കുമ്പോൾ ഏറ്റവും കുറഞ്ഞ വോട്ടാണ് അവർക്ക് കിട്ടിയിരിക്കുന്നത്. കഴിഞ്ഞ 4 തെരഞ്ഞെടുപ്പുകളിൽ 2016 മുതലുള്ള തെരഞ്ഞെടുപ്പുകൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് കിട്ടിയ ഏറ്റവും കുറഞ്ഞ വോട്ട് തന്നെയാണ്. അതിന് എത്ര അവർ ഡിഫൻസ് ഇട്ടാലും ആ വോട്ട് എങ്ങനെ പോയി, അത് കോൺഗ്രസിന് തന്നെ 12,000 വോട്ട് ഭൂരിപക്ഷത്തിലേക്ക് കിട്ടുമ്പോൾ വോട്ട് എങ്ങോട്ടാണ് പോയതെന്ന് ബോധ്യമുണ്ട്, കൃത്യമായിട്ട് നമുക്ക് ധാരണയുണ്ട്. അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ അതിന് മറുപടി പറയുന്നതിന് പകരം, അല്ലെങ്കിൽ അത് കണ്ടെത്തുന്നതിന് പകരം പരസ്പരം നേതാക്കന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപണം ഉന്നയിക്കുന്ന ഒരു കാഴ്ചയാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്നിപ്പോ പുറത്തു വന്ന വാർത്ത 40 BJP നേതാക്കന്മാരുടെ ഫോൺ കോളുകൾ അവരുടെ കേന്ദ്ര കമ്മിറ്റി, കേന്ദ്ര നേതൃത്വം പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ആ 40 നേതാക്കന്മാർ ഒരു കോൺഗ്രസിന്റെ MPയുമായി നിരന്തരം ഫോണിൽ ബന്ധപ്പെട്ടതിന്റെ വിവരങ്ങൾ കേന്ദ്ര നേതൃത്വത്തിന് കിട്ടി എന്ന രൂപത്തിലുള്ള വാർത്തകളും പുറത്തു വരികയാണ്. അപ്പൊ അതിന്റെ ആധികാരികതയടക്കം പുറത്തു വരേണ്ടതുണ്ട്. ഏതായാലും അത്തരത്തിൽ ഒരു ഇടപെടൽ കേന്ദ്ര BJP നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായെങ്കിൽ വരും ദിവസങ്ങളിൽ വരാൻ പോകുന്ന പ്രശ്നങ്ങൾ ഏറ്റവും ഗുരുതരമായിരിക്കും എന്നതിൽ യാതൊരു സംശയമില്ല. ഇപ്പോ നേമത്ത് BJP അക്കൗണ്ട് തുറന്നിരുന്നു. വലിയ തരത്തിൽ അത് മുന്നോട്ട് പോകുമെന്നും 30 സീറ്റ് ഞങ്ങൾക്ക് കിട്ടും, അങ്ങനെ കേരളത്തിന്റെ ഭരണം ഞങ്ങൾ പിടിക്കും എന്ന് ഇതേ BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ നടത്തിയ പ്രസ്താവനയെല്ലാം നമ്മുടെ മുന്നിലുണ്ട്. അതുപോലെ സാക്ഷാൽ മെട്രോമാൻ പാലക്കാട് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ആരംഭിച്ച് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഉദ്ഘാടനം ചെയ്തു തെരഞ്ഞെടുപ്പ് സമയത്ത് തന്നെ. വലിയ ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോയ സാഹചര്യമെല്ലാം നമ്മുടെ മുന്നിലുണ്ട്. പക്ഷേ പലതരത്തിൽ മുന്നോട്ട് വരുമ്പോഴും BJPക്ക് പിന്നീട് അത്തരത്തിൽ ശാശ്വതമായിട്ട് ആ നേട്ടം നിലനിർത്താൻ കഴിയാത്തത് പല ഘട്ടത്തിലും ഇത്തരത്തിലുള്ള വോട്ട് കച്ചവടം നടത്തുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അതുപോലെ പടലപ്പിണക്കങ്ങളുടെ ഭാഗമായി അവർക്ക് കിട്ടിയ മുൻതൂക്കം നഷ്ടപ്പെടുന്നത് ഈ കേരളത്തിന്റെ മുൻകാല ചരിത്രങ്ങളെല്ലാം എടുത്ത് പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും. പാലക്കാടാണെങ്കിൽ തന്നെ 50കളിലും 60കളിലും ജനസംഘത്തിന്റെ ഘട്ടത്തിൽ മുതൽ തന്നെ അവർക്ക് വലിയ വോട്ട് ബാങ്ക് ഉണ്ടായിരുന്നതും 60ലെ തെരഞ്ഞെടുപ്പിലടക്കം EMSനെ നേരിടാൻ വേണ്ടി ഒറ്റ സ്ഥാനാർത്ഥിയായിട്ട് മാറിയ സാഹചര്യമെല്ലാം മുൻകാല ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ നമുക്ക് കൃത്യമായിട്ട് തന്നെ വ്യക്തമാണ്. പക്ഷേ ഇപ്പോഴുണ്ടായിട്ടുള്ള തിരിച്ചടി, പ്രത്യേകിച്ച് 11,000 വോട്ട് നഷ്ടപ്പെട്ടതിന്റെ എക്സ്പ്ലനേഷൻ BJPക്ക് പൊതുസമൂഹത്തിന് മുന്നിൽ നൽകാൻ കഴിഞ്ഞില്ല എങ്കിൽ അത് പരസ്യമായ വോട്ട് കച്ചവടം നടത്തിയതാണ് എന്ന് തന്നെ മനസ്സിലാക്കേണ്ടി വരും. പ്രത്യേകിച്ച് ഇന്ന് ഓട് പൊളിച്ചിറങ്ങിയവരല്ല ഞങ്ങൾ എന്ന് പറഞ്ഞ് അവരുടെ നഗരസഭാ യോഗത്തിൽ അവരുടെ നേതാക്കന്മാർ തന്നെ ഏറ്റുമുട്ടുന്നതും ഭയങ്കര വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നതുമെല്ലാം നമ്മൾ കണ്ടു. അതുപോലെ ദേശീയ നിർവാഹക സമിതി അംഗമായിട്ടുള്ള ശിവരാജൻ അടക്കമുള്ളവർ നടത്തിയ പ്രസ്താവന, ഇന്നലെ അങ്ങ് സൂചിപ്പിച്ചതുപോലെ തന്നെ അവരുടെ സംസ്ഥാന പ്രസിഡന്റ് നടത്തിയ ചില ഡിഫൻസുകൾ, പിറവം തെരഞ്ഞെടുപ്പിനെ തന്നെ കോട്ട് ചെയ്തുകൊണ്ട് നടത്തിയ ഇടപെടലുകൾ, തോൽവിയുടെ കാരണം പരിശോധിക്കുമ്പോൾ പലരും സംസ്ഥാന പ്രസിഡന്റിനോട് ചോദിക്കൂ എന്ന് പറയുന്ന മറുപടിയുമെല്ലാം BJP അതിന്റെ ചരിത്രത്തിലെ ഏറ്റവും ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങൾ നേരിടുകയാണ് എന്ന് തന്നെയാണ് വ്യക്തമാക്കുന്നത്. അതുപോലെ തൃശൂർ MP സുരേഷ് ഗോപിയും അതുപോലെ ചന്ദ്രശേഖരൻ അടക്കമുള്ള പല നേതാക്കന്മാർ, തിരുവനന്തപുരത്ത് മത്സരിച്ച സ്ഥാനാർത്ഥി അടക്കമുള്ള നേതാക്കന്മാർ നടത്തിയ പ്രതികരണങ്ങളുമെല്ലാം BJPയുടെ നേതൃനിരയിൽ ഇപ്പോൾ നിലനിൽക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് വളരെ ഗൗരവമായിട്ട് തന്നെ ചിന്തിക്കേണ്ട ഒരു സാഹചര്യമാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു കൺസേണുമില്ല. ഞങ്ങൾ കൃത്യമായിട്ട് ഞങ്ങളുടെ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. BJPയും അതുപോലെ തന്നെ SDPI ഇപ്പോൾ ഇന്ന് നടത്തിയ എക്സ്പ്ലനേഷൻ ഉണ്ട്. ഞങ്ങൾ ഇത്ര നോട്ടീസ് അടിച്ചു, ഇത്ര പോസ്റ്റർ അടിച്ചു, ഇത്ര കുടുംബയോഗങ്ങൾ നടത്തി, UDF സ്ഥാനാർത്ഥിക്ക് വേണ്ടി ഞങ്ങൾ ഇത്ര വീട് കയറി, ഓരോ കുടുംബയോഗങ്ങളിലും പങ്കെടുത്തവരുടെ എണ്ണം ഇത്രയാണ് എന്നെല്ലാം പറഞ്ഞുകൊണ്ട് നടത്തിയ എക്സ്പ്ലനേഷൻ SDPI നേതാവിന്റെ ഭാഗത്തുനിന്ന് തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പൊ BJPയുടെ 40 പ്രധാനപ്പെട്ട നേതാക്കന്മാർ ഒരു MPയുമായിട്ട് പരസ്യമായി ഫോൺ സംഭാഷണം നടത്തി വോട്ടുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ സംസാരിച്ചു എന്നുള്ള വിവരങ്ങളുമെല്ലാം വരും ദിവസങ്ങളിൽ കേരള രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചയായി ഉയർന്നു വരും എന്നതിൽ സംശയമില്ല. എങ്ങനെയാണ് 18,500 എന്ന ഭൂരിപക്ഷത്തിലേക്ക് UDFന്റെ സ്ഥാനാർത്ഥി വളർന്നത് എന്നത് തെളിയിക്കുന്ന തരത്തിൽ തന്നെയാണ് SDPIയുടെ എക്സ്പ്ലനേഷനും BJPയുടെ കേന്ദ്ര നേതൃത്വത്തിന്റെ ഫോൺ ചോർത്തലും അതുപോലെ തന്നെ നേതാക്കന്മാരുടെ പരസ്പരമുള്ള പ്രസ്താവന
പ്രഖ്യാപനങ്ങളും വിഴുപ്പലക്കലും എല്ലാം എന്ന് വ്യക്തമാകുകയാണ്. താങ്കൾ ഈ പറഞ്ഞതുകൊണ്ട് അഡ്വക്കേറ്റ് കെ സരൺകുമാർ, ജമാഅത്തെ ഇസ്ലാമി അമീൻ ഇപ്പോൾ LDF-ഉമായി CPM-ഉമായി നടത്തിയ ചർച്ചകളെ കുറിച്ചുള്ള പ്രതികരണം ഇപ്പോൾ പരസ്യമായി നടത്തിയിരിക്കുകയാണ്. നിങ്ങളുമായി സഹകരണം ഉണ്ടായിരുന്നു എന്നുള്ള കാര്യമാണ് വെളിപ്പെടുത്തലായി വന്നിരിക്കുന്നത്. പിണറായി വിജയനുമായി നടത്തിയ ചർച്ചയടക്കം ഇന്ന് അമീൻ വിശദീകരിക്കുകയാണ്. അതിനോടുള്ള മറുപടി. അല്ല, അതിപ്പോ പൊതുസമൂഹത്തിൽ അവരുടെ തന്നെ SDP-യുടെ തന്നെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങൾ ഇത്ര കുടുംബയോഗം നടത്തി, ഇത്ര നോട്ടീസ് അടിച്ചു, ഞങ്ങൾ സ്വയം കേഡർ പാർട്ടിയാണ്, സ്വയം കയ്യിൽ നിന്നെടുത്ത പണം കൊണ്ടാണ് നോട്ടീസ് അടിച്ചത്, പള്ളികളിൽ നോട്ടീസ് വിതരണം ചെയ്തത് അടക്കം നമ്മൾ നേരിട്ട് കണ്ടു, കഴിഞ്ഞ ഒരാഴ്ചയായി നമ്മുടെ ചർച്ചയിലുണ്ട്. അതുപോലെ അവർ നടത്തിയ പ്രചരണങ്ങൾ വിശദീകരിക്കുകയും അത് പൊതുസമൂഹത്തിൽ ചർച്ചയാകുകയും ചെയ്യുമ്പോൾ ഇത്തരത്തിൽ പല എക്സ്പ്ലനേഷനും മുൻപ് അങ്ങനെ ചെയ്തിട്ടുണ്ട് ഇങ്ങനെ ചെയ്തിട്ടുണ്ടെന്നും പറഞ്ഞു വരും. ഇതിലൊന്നും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ കൺസേൺ ഇല്ല. ഞങ്ങളിത് നേരത്തെ പറഞ്ഞതാണ്. SDP-യുടെ വോട്ട് ഞങ്ങൾക്ക് വേണ്ട, ഭൂരിപക്ഷ വർഗീയതയായ RSS വോട്ട് ഞങ്ങൾക്ക് വേണ്ട. അങ്ങടക്കം UDF സ്ഥാനാർത്ഥിയോട് പലതവണ തിരിച്ചും മറച്ചും ചോദിച്ചല്ലോ, SDP-യുടെ വോട്ട് വേണ്ട എന്നൊരു വാക്ക് ആ വായിൽ നിന്ന് പുറത്തേക്ക് വരുമോ എന്ന് ചോദിച്ചല്ലോ. ഒരു കാരണവശാലും ഒരു മറുപടിയും പറയാതെ അതിൽ നിന്ന് തെന്നി മാറിയത് നമ്മൾ കണ്ടതല്ലേ. ഞങ്ങൾക്ക് വേണ്ടി ആരും ആഹ്ലാദ പ്രകടനം നടത്തിയില്ല. തെരഞ്ഞെടുപ്പ് റിസൾട്ട് വരുന്നതിന് മുമ്പും ലീഡ് നില മാറി മറിയുമ്പോഴും ആഹ്ലാദ പ്രകടനം നടത്തി ഞങ്ങളുടെ ഓഫീസിന് മുന്നിലൂടെ SDPI നടത്തിയ കൊലവിളി പ്രകടനം നമ്മൾ കണ്ടതാണ്. ഇത് ചേലക്കരയിലും വലിയ ഭൂരിപക്ഷത്തോടെ തന്നെയല്ലേ വിജയിച്ച്. അവിടെ എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു ആഹ്ലാദ പ്രകടനം ഒരു വർഗീയ കക്ഷിയും നടത്താത്തത്? അതുകൊണ്ട് തെരഞ്ഞെടുപ്പിൽ വിജയിക്കണമെങ്കിൽ SDP-യുടെ കൂട്ട് വേണം, അല്ലെങ്കിൽ RSSന്റെ വോട്ട് വിഹിതം വേണം എന്ന രൂപത്തിലേക്ക് കോൺഗ്രസ് മാറിയിരിക്കുന്ന സാഹചര്യം അടുത്ത കാലത്ത് നടന്ന തെരഞ്ഞെടുപ്പുകളിലെല്ലാം നമ്മൾ കാണുകയാണ്. പരസ്പരം 86,965 വോട്ട് തൃശൂർ മണ്ഡലത്തിൽ കോൺഗ്രസിന് നഷ്ടപ്പെട്ടിട്ട് ഒരു അന്വേഷണ കമ്മീഷനെ വെച്ചല്ലോ. അതിന്റെ റിപ്പോർട്ട് എവിടെയാണെന്ന് നമുക്ക് ആർക്കും അറിയില്ല. DCC പ്രസിഡന്റിനെതിരെ നടപടിയെടുത്തു എന്ന് ചില വാർത്തകൾ വന്നു. പക്ഷേ K മുരളീധരൻ അടക്കമുള്ളവർക്ക് പോലും ആ റിപ്പോർട്ടിന്റെ കോപ്പി കിട്ടാത്തതിൽ അദ്ദേഹം അനിഷ്ടം രേഖപ്പെടുത്തിയത് നമ്മുടെ മുന്നിലുണ്ട്. ഇത്തരത്തിലുള്ള പരസ്യമായിട്ടുള്ള വോട്ട് കച്ചവടം നടക്കുമ്പോൾ അതിനെ ന്യായീകരിച്ചുകൊണ്ട് രംഗത്തിറങ്ങുന്ന നേതാക്കന്മാരെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ശരി, ജമാഅത്തെ ഇസ്ലാമി CPM-ഉമായി ധാരണയുണ്ടായിരുന്നു തെരഞ്ഞെടുപ്പുകളിൽ എന്ന അമീന്റെ പ്രതികരണത്തോട് എന്താണ് CPM-ന് മറുപടി പറയാനുള്ളത്? അല്ല, അത്തരത്തിൽ ഒരു ധാരണയും ഇല്ല എന്ന് പകൽ പോലെ വ്യക്തമാണ്. CPM-ന്റെ സംസ്ഥാന സെക്രട്ടറിയും അതുപോലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അടക്കം കൃത്യമായി അത് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ചില വ്യാജ ഫോട്ടോകൾ പ്രചരിക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ കാണാൻ പലരും വരും, വന്നാൽ ഇരുത്തി സംസാരിക്കും, അതൊരു ആതിഥേയ മര്യാദയാണ്. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പലരും വന്ന് കണ്ട പടം എടുത്തിട്ട് അങ്ങ് SDP-യുടെ കേന്ദ്രത്തിലേക്ക് സഖാവ് പിണറായി വിജയൻ പോയി നടത്തിയ ചർച്ചയാണ് എന്ന രൂപത്തിൽ ജമാഅത്തെ ഇസ്ലാമിയുമായി നടത്തിയ ചർച്ചയെ കുറിച്ചാണ് ഞാൻ ചോദിച്ചത്. അഡ്വക്കേറ്റ് കെ അരുൺകുമാർ, ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധപ്പെട്ട ചർച്ചകൾ എന്നുള്ളത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നടന്ന ചർച്ചയായിട്ടല്ല പടങ്ങൾ പുറത്തു വന്നിട്ടില്ല. പഴയ പടങ്ങളാണ്, പക്ഷെ അതൊക്കെ പുറത്തു വന്നിരിക്കുന്നു. പത്രവാർത്തകളാണ്. അല്ല, എന്ത് പുറത്തു വന്നാലും CPM-ന്റെ നേതാക്കന്മാർ, പ്രത്യേകിച്ച് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ ജമാഅത്തെ ഇസ്ലാമിയായിട്ടും ചർച്ച നടത്തിയിട്ടില്ല, SDPI ആയിട്ടും ചർച്ച നടത്തിയിട്ടില്ല, പോപ്പുലർ ഫണ്ടുമായിട്ടും ചർച്ച നടത്തിയിട്ടില്ല. മുഖ്യമന്ത്രിയുടെ ഓഫീസ് പലരും സന്ദർശിച്ചിട്ടുണ്ട്, പല വിഷയങ്ങളും അവതരിപ്പിച്ചിട്ടുണ്ട്. അത് അവിടെ വരുന്നവർക്ക് അതിന്റേതായിട്ടുള്ള രീതിയിലുള്ള പരിഗണനയും അവരുടെ വിഷയം കേൾക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ കൃത്യമായിട്ട് വ്യക്തമാണ് എങ്ങനെയാണ് പാലക്കാട് തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് ഈ രൂപത്തിൽ വന്നതെന്ന്. ഇപ്പോ BJP-യുടെ കേന്ദ്ര നേതൃത്വം നടത്തിയ അന്വേഷണം കൃത്യമാണെങ്കിൽ അതിന്റെ വിവരങ്ങളും വരും ദിവസങ്ങളിൽ പുറത്തു വരുമല്ലോ. ആരൊക്കെയാണ് ഈ 40 നേതാക്കന്മാർ, ഏത് MP-മാരായിട്ടാണ്? ശരി, നമ്മുടെ വിഷയം BJP ആയതുകൊണ്ട്. പക്ഷേ ജമാഅത്തെ ഇസ്ലാമിയുമായി ചർച്ച നടത്തുന്നതിൽ രമേശ് ചെന്നിത്തലയ്ക്ക് എന്തിനാണ് വേവലാതി എന്ന് പിണറായി വിജയൻ പറഞ്ഞ വാർത്തയാണ് പത്രങ്ങളിൽ വന്നിരുന്നത്.